വലിയ വിഷമമാണ്. അവൻ വിഷമമുള്ളത് കൊണ്ട് തന്നെ ഒന്നും പറയാൻ കിട്ടണില്ല. ഇത്രയും വിഷമമുള്ള കാര്യമാണ്. ഞാനന്ന് നമ്മളെ സാജിദൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓലൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞപ്പോൾ ആകെ തകർന്നു പോയി. ആണ് വിഷമം. ആകെ 5-6 അധ്യാപകരുള്ളത്. അതിന് ഒരാളില്ലാത്തൊരു മുഴുവൻ സ്ഥാപനമായിട്ട് വിട്ടുപിരിഞ്ഞു പോയി. എന്താ ചെയ്യുക, വലിയ വിഷമമാണ്. അടുത്ത അധ്യയന വർഷം ആണ് സമയത്ത് എന്താണ് കുട്ടികളോട് പറയുക, എന്താ രക്ഷിതാക്കളോട് പറയുക എന്നുള്ളൊരു ഭയങ്കര വിഷമത്തിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളിവിടെ PTA ഭാരവാഹികളും മെമ്പർമാരും എല്ലാവരും നാട്ടുകാരും മൊത്തത്തിൽ വലിയൊരു സങ്കടത്തിലാണ്. അപ്പം ഇതിനൊരു പരിഹാരം പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. ഞങ്ങളെ നാട്ടുകാരുടെ ഒരു ആശങ്ക മാറ്റണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. വേദനയിൽ തന്നെയാണ്. പക്ഷെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി എത്തിയപ്പോൾ പറഞ്ഞ് എത്രയും പെട്ടെന്ന് അധ്യാപകരുടെ ആ പ്രതിസന്ധി പരിഹരിക്കും, അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ അധ്യാപകരെത്തും എന്നുള്ളതാണല്ലേ? ഇന്നലെ വന്നപ്പോൾ പറഞ്ഞത് അതുതന്നെയാണ്. എന്തായാലും നമുക്ക് വേഗം എല്ലാ കാര്യകാരും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ നിൽക്കുകയാണ്. എല്ലാം ശരിയാവട്ടെ എന്നാണ് നമ്മൾക്കത്. ഏതായാലും നമ്മൾ ഈ ഒരു മറക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. എന്താണ് ആർക്ക് എങ്ങനെ പറയുക എന്നുള്ളൊരു ഒന്നും അറിയുന്നില്ല. അത്രയും വിഷമത്തോടെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്.